നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ഏരിയ ഓഫ് റെവല്യൂഷൻ. സർഫസ് ഏരിയ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യം നമ്മുടെ സോളിഡ് ഓഫ് റെവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ എന്താ, ഒരു കർവ് ഒരു ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്തുണ്ടാവുന്ന സോളിഡിന്റെ, അതായത് കർവ് എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ സ്പേസിലാണ്. ആ 2 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു കർവ് റിവോൾവ് ചെയ്തുണ്ടാവുന്ന ഒരു സോളിഡിന്റെ, അതായത് 3 ഡയമെൻഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം 3 ഡയമെൻഷനിലുള്ള ഒരു സോളിഡിന്റെ സർഫസ് ഏരിയ, അതായത് അതിന്റെ പുറത്തെ സർഫസിലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് സർഫസ് ഏരിയ ഓഫ് റെവല്യൂഷൻ. ഒരു സോളിഡ് ഓഫ് റെവല്യൂഷന്റെ എക്സാമ്പിൾ ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഏതാ സോളിഡ് ഓഫ് റെവല്യൂഷന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്? നമ്മളൊന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്, കുറെ എക്സാമ്പിൾസ് ഒക്കെ. സോളിഡ് ഓഫ് റെവല്യൂഷന് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിള് എക്സ് ആക്സിസിന് അല്ലെങ്കിൽ നമ്മുടെ വൈ ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ, ഒരു സ്ഫിയർ ആയിരിക്കും. ദെൻ അങ്ങനെയുള്ള ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സർക്കിളിന്റെ റെവല്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഹാഫ് പോർഷന്റെ റെവല്യൂഷൻ കൺസിഡർ ചെയ്താൽ മതി. കാരണം ഫുൾ സർക്കിള് റിവോൾവ് ചെയ്താലും നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി റൊട്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ അപ്പർ പോർഷന്റെ റെവല്യൂഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പം സോളിഡ് ഓഫ് റെവല്യൂഷൻ, അപ്പം ഒരു സോളിഡ്, ഒരു കർവ് എക്സ് ആക്സിസിന് അല്ലെങ്കിൽ വൈ ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്തുണ്ടാവുന്ന കിട്ടുന്ന പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. അതായത് റിവോൾവ് ചെയ്തതിലൂടെ ഉണ്ടായ സോളിഡ്, ദാറ്റ് ഈസ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. ആ സോളിഡിന്റെ സർഫസ് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് നമുക്കൊരു ഡെഫിനിഷൻ. ഇഫ് ദ ഫംഗ്ഷൻ, നമ്മൾ പറയുന്ന ഡെഫിനിഷൻ ഇതാണ്, ഇഫ് ദ ഫംഗ്ഷൻ f of x greater than or equal to 0. ഡെഫിനിഷൻ ആണ്, ഇഫ് ദ ഫംഗ്ഷൻ f of x greater than or equal to 0 is continuously differentiable. കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് f of x. then ഒരു കണ്ടീഷൻ ഉണ്ട്, f of x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവാൻ പാടില്ല, ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് in an interval AB, closed interval AB. Then the area of the surface by revolving the graph of y equal to f of x എന്ന് പറയുന്ന കർവ് അല്ലെങ്കിൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്ത്, നമ്മൾ രണ്ട് കേസസ് ആയിട്ടായിരുന്നു ആക്സിസ് ഓഫ് റെവല്യൂഷൻ അല്ലെങ്കിൽ സോളിഡ് ഓഫ് റെവല്യൂഷന്റെ കേസ് ഒക്കെ ഡിസ്കസ് ചെയ്ത്. അബൌട്ട് എക്സ് ആക്സിസ്, അബൌട്ട് വൈ ആക്സിസ് അങ്ങനെയായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അബൌട്ട് എക്സ് ആക്സിസ് ഈസ്, ദ ഫോർമുല ഈസ് s equal to integral a to b 2 pi y into square root of 1 plus dy by dx the whole square dx. If the function f of x greater than or equal to 0 is continuously differentiable on AB and the area of the surface by revolving the graph of y equal to f of x about the x-axis is s equal to integral a to b 2 pi y into square root of 1 plus dy by dx the whole square dx. This formula also can be written as integral a to b 2 pi y. Instead of y we can write f of x 2 pi f of x into square root of 1 plus dy by dx can be written as f dash of x the whole square dx. Here we consider the revolution about the x-axis. Therefore, the integration with respect to dx. Then the limits come from this interval. The function is defined in the interval AB. Therefore, the limits are integrated from a to b. Then the formula is 2 pi into 2 pi is a constant. 2 pi into y equal to f of x. Say the function curve inde equation തന്നിരിക്കുന്നതാണ് നമ്മൾ y അല്ലെങ്കിൽ f of x ചൂസ് ചെയ്യുന്നത്. Then square root of 1 plus dy by dx the whole square into dx. Then arc length ന്റെ ഫോർമുലയിൽ ഈ ഒരു ടൈം ഒക്കെ നമുക്ക് അവിടെ ഫെമിലിയർ ആയതായിരുന്നു. 1 plus dy by dx the whole square, then its square root എന്നുള്ള ടേംസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ? arc length equal to, what's the formula? arc length equal to integral a to b square root of 1 plus dy by dx the whole square dx. That was the formula for arc length.
ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പോയതാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവെൽ എ ബി. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവ് എക്സ് ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്തുണ്ടാവുന്ന സോളിഡിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇന്റഗ്രൽ a to b 2 pi y into square root of 1 plus dy by dx the whole square dx, or this can be written as integral a to b 2 pi into f of x into square root of 1 plus f dash of x the whole square into dx. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഫോർമുല ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന റെവല്യൂഷൻ അബൌട്ട് ദ എക്സ് ആക്സിസ് ആണ്. വൈ ആക്സിസിന്റെ കേസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ റെവല്യൂഷൻ അബൌട്ട് എക്സ് ആക്സിസിന് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. First problem, find the area of the surface generated by revolving the curve y equal to 2 into root x, 1 less than or equal to x less than or equal to 2 about the x axis. Find the area of the surface. Find the area of the surface, that is surface area generated by revolving the curve y equal to 2 into root x, 1 less than or equal to x less than or equal to 2 about the x axis. We want to calculate the surface area of revolution of the curve y equal to 2 into root x. This is defined in the interval 1 2, 1 less than or equal to x less than or equal to 2, that is given. Okay, then about the x axis, then നമുക്ക് പ്രോബ്ലം ചെയ്യാം. എങ്ങനെ ചെയ്യണ്ടേ? Problem ചെയ്യുമ്പോൾ first we want to write the equation for surface area. Surface area of revolution equal to surface area of revolution equal to, what is surface area of revolution? Integral a to b 2 pi into y into square root of 1 plus dy by dx the whole square dx. Revolution about x axis അല്ലേ കൺസിഡർ ചെയ്യുന്നത്. Then എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഇതാ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. Then what is a here? Here a equal to, the function is defined in the interval 1 2. Therefore a equal to 1 and b equal to 2. Right? Then 2 pi y. Y is the substitute, y equal to 2 into root x. That is already given. Then we want to calculate the value of square root of 1 plus dy by dx the whole square dx. For that, first we want to calculate the value of dy by dx. Right? Given y equal to 2 into root x. Then what is dy by dx? Dy by dx equal to 2 is a constant. Then 2 into the derivative of root x is 1 by 2 root x. Then 2 and 2 getting cancelled. That's equal to 1 by root x. Now dy by dx the whole square. Right? You should substitute dy by dx the whole square. Right? Then what is dy by dx the whole square? That is 1 by root x the whole square. That's equal to 1 by root x is square root 1 by x. Now 1 plus dy by dx the whole square equal to 1 plus dy by dx the whole square is 1 by x. That is 1 plus 1 by x. That can be written as x plus 1 divided by x. Now square root of 1 plus dy by dx the whole square, that's equal to square root of x plus 1 divided by x. This can be written as square root of x plus 1 divided by root x. Right? Now we can calculate the value of this formula by substituting all this. Then surface area of revolution as equal to integral a to b. Then the limit becomes integral 1 to 2 and 2 pi. That is constant. 2 pi into, instead of y we can write 2 into root x. Then square root of 1 plus dy by dx the whole square we already calculated, that is root of x plus 1 divided by root x into dx. Now we want to calculate the integral value. Then root x and root x getting cancelled. Then 2 pi into 2, that is a constant, we can take it outside. Then the constant become 4 pi. 4 pi into integral 1 to 2 square root of x plus 1 dx. That is 4 pi into integral 1 to 2 square root of x plus 1 can be written as x plus 1
the whole raised to 1 by 2 dx. Then what is the integral of x raised to 1 by 2? That's equal to x raised to 1 by 2 plus 1 divided by 1 by 2 plus 1 plus c. That's equal to x raised to 3 by 2 divided by 3 by 2 plus c. Definite integrals കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വേണ്ട, ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം this integral equal to എന്ത് വരും? 4 pi into x plus 1 the whole raised to 3 by 2 divided by 3 by 2 between the limits 1 to 2. That's equal to 4 pi into this constant നമുക്ക് മുകളിലേക്ക് ഉണ്ട് അല്ലേ, 3 by 2 when comes to numerator it becomes 2 by 3, right? Then x plus 1 the whole raised to 3 by 2. That's equal to എന്ത് വരും? 8 pi by 3 into x plus 1 the whole raised to 3 by 2 between the limits 1 to 2. അപ്പോൾ ലിമിറ്റ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? 2 plus 1 the whole raised to 3 by 2 minus 1 plus 1 the whole raised to 3 by 2. That's equal to 8 pi divided by 3 into 2 plus 3 the whole raised to 3 by 2 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 3 raised to 3 by 2. അപ്പോൾ 3 ക്യൂബിന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ 3 യുടെ സ്ക്വയർ റൂട്ടിന്റെ ക്യൂബ് വരും. അപ്പോൾ എന്ത് വരും? 3 യുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ √3. √3 യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 into √3 minus 1 plus 1 that is 2. 2 ന്റെ സ്ക്വയർ റൂട്ടിന്റെ ക്യൂബ് that is 2 into √2. This is the surface area of revolution of the curve y equal to 2 root x 1 less than or equal to x less than or equal to 2 revolved about the x axis. This is the first problem. I think എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയി കാണുന്നു, വലിയ കുഴപ്പങ്ങളുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഈ ഒരു സെക്ഷൻ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, find the surface area of a sphere of radius a. ഇതങ്ങ് ക്ലിയർ ചെയ്യാം കേട്ടോ. Find the surface area of a sphere of radius a. നമ്മുടെ ഇവിടെ റെവല്യൂഷൻ അബൌട്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല, റിവോൾവ് അബൌട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒന്നുമില്ല. നമ്മളോട് പറയുന്നത് ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് എ. അപ്പോൾ സ്ഫിയർ എന്ന് പറഞ്ഞാൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു സർക്കിളിനെ റിവോൾവ് ചെയ്തല്ലേ അബൌട്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, സർക്കിളിന്റെ ഹാഫ് പോർഷൻ മതി, സെമി സർക്കിൾ മതി. സെമി സർക്കിൾ എക്സ് ആക്സിസിന് ചുറ്റും അല്ലെങ്കിൽ വൈ ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് എ. അപ്പോൾ റേഡിയസ് എ ഉള്ള ഒരു സ്ഫിയർ കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനാ റിവോൾവ് ചെയ്യണം? എ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ സെമി സർക്കിൾ പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ നമുക്ക് റിവോൾവ് ചെയ്താൽ മതിയാവും അല്ലേ. ദെൻ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് എ ആണ്. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ ആൻഡ് റേഡിയസ് ഈക്വൽ ടു എ. റേഡിയസ് ഈക്വൽ ടു എ ആയിട്ടുള്ള സർക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് സർക്കിൾ ഇക്വേഷൻ വരും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അപ്പർ പോർഷൻ അബൌട്ട് എക്സ് ആക്സിസ് നമ്മൾ റെവല്യൂഷൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അപ്പർ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോർഡിനേറ്റ്സ് എന്താ വരുന്നത്? ഇവിടുത്തെ കോർഡിനേറ്റ് വരുന്നത് a0, ദിസ് ഈസ് -a0. ദെൻ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 0a, ദെൻ 0 -a ആണ് വരുന്നത്. അപ്പോൾ ഈ അപ്പർ പോർഷന്റെ റെവല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹിയർ x varies from -a to a, right? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് writing the formula for surface area. Surface area equal to what? Integral a to b 2 pi into y into square root of 1 plus dy by dx the whole square dx. Then what are the values of a and b? Here x varies from -a to a, therefore obviously a and b are -a to a. Now we want to calculate the value of dy by dx the whole square, then plus 1, then is square root, then we want to substitute here. Then calculate, can we calculate? Then consider x square plus y square equal to a square. What is, how we can calculate the value of dy by dx?
Just differentiating, right? Differentiating, we get, what is the derivative of x square? 2x plus, what is the derivative of y square? Y is a function of x. We considering y as a function of x. Therefore, the derivative of y square is 2y into dy by dx. That's equal to, what is the derivative of a square? A is a constant, right? Therefore, its derivative is 0. Now, 2y into dy by dx equal to, we can write that's equal to minus 2x, then 2 and 2 getting cancelled, then y into dy by dx equal to minus x, then dy by dx equal to what? Minus x by y, right? Now dy by dx the whole square equal to dy by dx the whole square equal to x square by y square, then 1 plus 1 plus dy by dx equal to, okay, 1 plus dy by dx the whole square equal to 1 plus x square by y square. Then taking LCM we get y square plus x square divided by y square. Then x square plus y square equal to what? A square. Therefore this can be written as a square by y square. Then taking its square root, that is square root of 1 plus dy by dx the whole square equal to square root of a square by y square, that's equal to a by y. Then surface area, therefore surface area, now we can calculate the surface area. Surface area equal to S equal to, the limits become minus a to a, 2 pi into, here we are calculating with respect to x, in the integral with respect to x, but in the case of square root of 1 plus dy by dx the whole square, we have a by y. Therefore, here also we write y itself, not writing any substitution for y in terms of x, just write y. 2 pi y into square root of 1 plus dy by dx the whole square is a by y into dx. Then y and y getting cancelled, that's equal to 2 pi into, a is also a constant, taking outside 2 pi into a into integral minus a to a dx, that's equal to 2 pi a, then what is the integral of dx? That is dx, integral dx means 1 dx, then that's equal to x between the limits minus a to a, that's equal to 2 pi into a, then substituting the upper limit we get a minus lower limit substitute minus a, that's equal to 2 pi a into 2a, that's equal to 4 pi a square. That is the surface area of a sphere, 4 pi a square units, 4 pi a square. That is the surface area of a sphere of radius a. Okay, so ഈ ഒരു കേസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ അബൌട്ട് y ആക്സിസ് അടുത്ത കേസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡിസ്കസ് കേസ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.